അത് കൊടുത്താൽ മാത്രമേ നമ്മുടെ ചാനൽ സെർച്ച് ചെയ്യുമ്പോൾ കിട്ടത്തുള്ളൂ. സെർച്ച് ചെയ്യുമ്പോൾ നമ്മുടെ ടോപ്പിക് എന്താണോ അത് അവർക്ക് കിട്ടണമെങ്കിൽ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. പ്രത്യേകിച്ച് ബിഗിനേഴ്സ് ആയിട്ടുള്ള യൂട്യൂബേഴ്സിനാണ് കൂടുതലും യൂസ്ഫുൾ ആയിരിക്കുക. അപ്പൊ വീഡിയോ എല്ലാവരും അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചാനൽ സെറ്റിംഗ്സിനെ കുറിച്ചാണ് കേട്ടോ പറയാൻ പോകുന്നത്. കുറെ പേരുടെയൊക്കെ ഡൗട്ടാണ്, എനിക്ക് കസ്റ്റം തമ്പനെയിൽ ആഡ് ചെയ്യാൻ പറ്റുന്നില്ല, അതുപോലെ തന്നെ 15 മിനിറ്റിൽ കൂടുതലുള്ള വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നില്ല, ലൈവ് സ്ട്രീം ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോ ഇതിനൊക്കെ ഒരു പരിഹാരമായിട്ടാണ് ഇന്നത്തെ വീഡിയോ. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കിട്ടണമെങ്കിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ നമ്മുടെ സെറ്റിംഗ്സിൽ ചെയ്ത് വെക്കണം, എങ്കിൽ മാത്രമേ നമുക്ക് പൂർണ്ണമായിട്ടും ഇതെല്ലാം ലഭിക്കുകയുള്ളൂ കേട്ടോ. അപ്പൊ ഞാൻ എങ്ങനെയാണ് ചാനൽ സെറ്റിംഗ്സ് ചെയ്യുക എന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ചെയ്യാൻ അറിയാത്തവരുണ്ടെങ്കിൽ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ഓക്കെ, ചാനൽ സെറ്റിംഗ്സിൽ ആദ്യം വരുന്നത് നമ്മുടെ ചാനൽ എന്തുമായി ബന്ധപ്പെട്ടതാണ് എന്ന് വെച്ചിട്ടുള്ള കീവേഡ്സുകൾ കൊടുക്കേണ്ട സ്പേസ് വരുന്നുണ്ട്. അതിൽ 500 വേർഡ്സ് വരെ കൊടുക്കാൻ പറ്റും. അത് കൊടുത്താൽ മാത്രമേ നമ്മുടെ ചാനൽ സെർച്ച് ചെയ്യുമ്പോൾ കിട്ടത്തുള്ളൂ. നമ്മുടെ ചാനൽ എന്തുമായി ബന്ധപ്പെട്ടിട്ടാണോ ഉള്ളത് അതുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നമ്മൾ അപ്ലോഡ് ചെയ്യാറുണ്ടല്ലേ. അപ്പോൾ പലരും യൂട്യൂബിൽ സെർച്ച് ചെയ്തിട്ട് വീഡിയോ കാണാറുണ്ട്. അപ്പൊ സെർച്ച് ചെയ്യുമ്പോൾ നമ്മുടെ ടോപ്പിക് എന്താണോ അത് അവർക്ക് കിട്ടണമെങ്കിൽ അവർ ഒരു കാര്യം സെർച്ച് ചെയ്യും, അതാണ് നമ്മുടെ ടോപ്പിക് എങ്കിൽ അത് അവിടെ വരണമെങ്കിൽ നമ്മൾ ഈ കീവേഡ്സുകളൊക്കെ എന്താ പറയാ സെറ്റിംഗ്സിൽ കൊടുത്തിരിക്കണം, എങ്കിൽ മാത്രമേ വരത്തുള്ളൂ. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സെർച്ചിങ് കീവേഡ്സ് ഉണ്ടല്ലോ. ഇപ്പോ ഉദാഹരണമായിട്ട് പറയാന്ന് വെച്ചാൽ എന്റെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത് യൂട്യൂബ് ടിപ്സുമായിട്ടുള്ള വീഡിയോസ് ആണല്ലോ. അപ്പൊ ഞാൻ യൂട്യൂബുമായി ബന്ധപ്പെട്ടുള്ള കീവേഡ്സുകൾ ആ സെറ്റിംഗ്സിൽ കൊടുത്താൽ മാത്രമേ മറ്റുള്ളവര് സെർച്ച് ചെയ്യുമ്പോൾ എന്റെ വീഡിയോ മുമ്പിലോട്ട് വരത്തുള്ളൂ. മനസ്സിലായോ? ഓരോരുത്തരും അങ്ങനെ കൊടുത്തു വെച്ചത് കൊണ്ടാണ് നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ മറ്റുള്ളവരുടെ വീഡിയോ ആണെങ്കിലും നമ്മുടെ വീഡിയോ ആണെങ്കിലും നമുക്ക് കാണിച്ചു തരുന്നത്. മനസ്സിലായോ? അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് ഞാൻ സെറ്റിംഗ്സിൽ കാണിച്ചു തരാൻ പോകുന്നത്. വീഡിയോ പൂർണ്ണമായിട്ട് കണ്ടാൽ മാത്രമേ എല്ലാ സെറ്റിംഗ്സും തുടക്കക്കാർക്ക് മനസ്സിലാകത്തുള്ളൂ. അപ്പൊ ഞാൻ സ്ക്രീൻ റെക്കോർഡ് സഹിതമാണ് കാണിച്ചു തരാൻ പോകുന്നത്. അതിനു മുമ്പായിട്ട് 2 കാര്യങ്ങൾ കൂടി പറയാനുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ ഇതിനു മുമ്പ് ഏകദേശം 100ൽ കൂടുതൽ യൂട്യൂബ് ടിപ്സ് വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. അതെല്ലാം ചേർത്ത് ഞാൻ പ്ലേലിസ്റ്റ് ആക്കി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം, താല്പര്യമുള്ളവർ കാണുക. പിന്നെന്ന് പറയുന്നത്, ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇഷ്ടപ്പെടുകയാണോ വെച്ചാൽ ലൈക്കും കമന്റും ഷെയറും ഹൈപ്പും സബ്സ്ക്രൈബും കൂടി ചെയ്യുക. അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് തന്നെ ബെല്ലൈക്കൺ കാണും. ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യാന്ന് വെച്ചാൽ ഞാൻ ഇടുന്ന ഓരോ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പൊ നമുക്ക് നേരെ സ്ക്രീൻ റെക്കോർഡിലേക്ക് പോയിട്ട് ചാനൽ സെറ്റിംഗ്സ് എന്തൊക്കെയെന്ന് നോക്കാം. ഓക്കെ, ആദ്യം ക്രോം ഓപ്പൺ ചെയ്തിട്ട് YT സ്റ്റുഡിയോ ഡെസ്ക്ടോപ്പ് മോഡിൽ ആക്കിയാൽ മാത്രമേ നമുക്ക് ഈ സെറ്റിംഗ്സ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ YT സ്റ്റുഡിയോ ഡെസ്ക്ടോപ്പ് മോഡിൽ ആക്കാൻ അറിയാത്തവർ ഉണ്ടെങ്കിൽ ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ഐ ബട്ടണിലും എൻ്റെ സ്ക്രീനിലും കൊടുക്കാം. അപ്പോൾ അറിയാത്തവർ നോക്കുക കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ YT സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യുന്നുണ്ട്. ഞാൻ മുമ്പ് ഓപ്പൺ ചെയ്തത് ഹിസ്റ്ററിയിലുള്ളത് കൊണ്ട് ഞാൻ വേഗം എടുത്താണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഡാഷ്ബോർഡ് ഓപ്പണായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ, ഇത് വീഡിയോ സെക്ഷനാണ്. അപ്പോൾ നമുക്ക് ഡാഷ്ബോർഡ് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഡാഷ്ബോർഡിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ കാണും, ഇല്ലെങ്കിൽ വീഡിയോ സെക്ഷൻ ആയാലും മതി കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ലൈനിൽ തന്നെ നമ്മുടെ ഡാഷ്ബോർഡ്, കണ്ടന്റ്, അനലിറ്റിക്സ്, കമൻറ്റ്, അങ്ങനെ കുറേ ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് ഈ ലൈനിലോട്ട് വരികയാണെന്ന് വെച്ചാൽ ഏറ്റവും എൻഡിലായിട്ട് സെറ്റിങ്സിൻ്റെ ചിഹ്നം കാണാൻ സാധിക്കും. കണ്ടില്ലേ, ഏറ്റവും അവസാനം. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ സെറ്റിങ്സ് എന്ന് പറഞ്ഞിട്ടൊരു ബോക്സ് കാണാൻ സാധിക്കും. കണ്ടില്ലേ? അപ്പോൾ ആദ്യം ജനറൽ എന്ന് കാണും, സെക്കൻഡ് വണ് ചാനൽ എന്ന് കാണും. ചാനലിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഒരു 3 ഭാഗമായിട്ട് കാണാൻ സാധിക്കും. ബേസിക് ഇൻഫോ, അഡ്വാൻസ്ഡ് സെറ്റിംഗ്, ഫ്യൂച്ചർ എലിജിബിലിറ്റി എന്ന് പറഞ്ഞിട്ട്. ആദ്യത്തെ ബേസിക് ഇൻഫോ എന്ന് പറയുമ്പോൾ ആദ്യം നമ്മൾ ഫസ്റ്റ് അതിൽ കാണുന്നത് ഇന്ത്യ കൺട്രി നമ്മളെ സെലക്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ കീവേഡ്സ്, നമ്മുടെ ചാനൽ എന്തുമായി ബന്ധപ്പെട്ടതാണോ, നമ്മുടെ ചാനലിൽ എന്തൊക്കെയാണോ ഇടുന്നത് അതിൻ്റെ കീവേഡ്സുകളൊക്കെ ഇതിൽ അടിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ 500 വേർഡ്സ് വരെ നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ എൻ്റെ ചാനലുമായി ബന്ധപ്പെട്ടുള്ള കീവേഡ്സാണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് എങ്ങനെയാണ് കീവേഡ്സ് കൊടുക്കുന്നത് എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ കീവേഡ്സുകളൊക്കെ പറയാം കേട്ടോ. ഞാൻ എൻ്റെ ചാനലിൻ്റെ പേര് ആദ്യം കൊടുത്തിട്ടുണ്ട്, ആവേദിക പാലക്കാട് എന്ന്. പിന്നെ യൂട്യൂബ് ടിപ്സ് എന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ എൻ്റർടൈൻമെൻറ്റ് എന്ന് കൊടുത്തിട്ടുണ്ട്. കുക്കിംഗ് കൊടുത്തിട്ടുണ്ട്. ഹെൽത്ത് ടിപ്സ്, ബ്യൂട്ടി ടിപ്സ്, ഞാൻ എന്തൊക്കെ ചെയ്യുന്നുണ്ടോ അതൊക്കെ ഞാൻ ഇതിൽ കീവേഡ്സായി അടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ചാനലിൽ എന്തൊക്കെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ടോ അതുമായി ബന്ധപ്പെട്ടുള്ള കീവേഡ്സ് ഒക്കെ ഇതിൽ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒരു കുഴപ്പമില്ല.
അപ്പോൾ ഞാൻ 500 വേർഡ്സ് വരെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നിങ്ങളുടെ ചാനലിൽ കുക്കിംഗ് വീഡിയോസ് ആണ് അപ്ലോഡ് ചെയ്യുന്നതെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള കീവേഡ്സുകൾ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ. കീവേഡ്സുകൾ എടുക്കാൻ അറിയാത്തവരുണ്ടെങ്കിൽ ഞാൻ അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ എൻ്റെ സ്ക്രീനിലും ഐ ബട്ടണിലും കൊടുക്കാം കേട്ടോ. താല്പര്യമുള്ളവർ കാണുക. അടുത്തത് അഡ്വാൻസ്ഡ് സെറ്റിങ്സ് ആണ് കേട്ടോ. അഡ്വാൻസ്ഡ് സെറ്റിങ്സിൽ മെയിനായിട്ട് വരുന്നത് നമ്മുടെ ചാനൽ കിഡ്സിൻ്റെ ആണോ കിഡ്സിൻ്റെ അല്ലയോ എന്നാണ് കേട്ടോ. അപ്പോൾ കിഡ്സിൻ്റെ അല്ലെങ്കിൽ നോട്ട് മെയ്ഡ് ഫോർ കിഡ്സ് എന്ന് കൊടുക്കുക, ആണെങ്കിൽ ആണോ എന്ന് കൊടുക്കുക കേട്ടോ. അങ്ങനെ ടിക്ക് ചെയ്ത് കൊടുക്കുക. പിന്നെന്ന് പറയുന്നത് അലോ ആഡ്സ് ബ്രാൻഡ് ആൻഡ് തേർഡ് പാർട്ടി പ്ലാറ്റ്ഫോം എന്നുള്ളത് ടിക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. അത് മോണിറ്റൈസേഷൻ ആയവർക്കാണ് പറ്റുക, അതങ്ങനെ കൊടുക്കുക. പിന്നെ അടുത്തത് എന്ന് പറയുന്നത് ടിക്ക് കൊടുക്കേണ്ടത് ഡോണ്ട് ഷോ പൊട്ടൻഷ്യൽ ഇൻഅപ്രോപ്രിയേറ്റ് വേർഡ്സ് എന്ന് പറയുന്നത്. അതിൻ്റെ അടുത്തത് വരുന്നത് ഓട്ടോമാറ്റിക് ഡബ്ബിംഗ് ആണ് കേട്ടോ. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ടിക്ക് ചെയ്ത് കൊടുക്കാം, വേണമെങ്കിൽ ടിക്ക് ചെയ്ത് കൊടുക്കണ്ട കേട്ടോ. നമ്മുടെ ഭാഷ മറ്റു ഭാഷകളിലേക്ക് ഡബ്ബിങ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. നമ്മൾ അലോ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കൊടുക്കാം കേട്ടോ. പിന്നെ അടുത്തത് 3 കോളവും ടിക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ, ഹൈപ്പ് വരെയുള്ളത്. അപ്പോൾ ചിലർക്കൊക്കെ ഹൈപ്പ് കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഹൈപ്പ് കിട്ടണമെങ്കിൽ ഹൈപ്പ് ടിക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ. 3ാമത്തെ കോളത്തിൽ പറയുന്നത് ഫ്യൂച്ചർ എലിജിബിലിറ്റി, ഇതാണ് കേട്ടോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഇത് എല്ലാം നമ്മൾ എനേബിൾ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഗ്രീൻ കളറിൽ വരണം, എങ്കിൽ മാത്രമേ നമുക്ക് കുറേ കാര്യങ്ങൾ ലഭിക്കുകയുള്ളൂ കേട്ടോ. നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാകും. സ്റ്റാൻഡേർഡ് ഫ്യൂച്ചേഴ്സ് എന്ന് പറഞ്ഞിട്ട് പ്ലേലിസ്റ്റ്, വീഡിയോ, പിന്നെ 15 മിനിറ്റിൽ കൂടുതലുള്ള വീഡിയോ അപ്ലോഡ് ചെയ്യണമെങ്കിൽ, അതേപോലെ തന്നെ കസ്റ്റം തമ്പനെയിൽ ആഡ് ചെയ്യണമെങ്കിൽ എല്ലാം ഇത് എനേബിൾ ആയിരിക്കണം കേട്ടോ, എങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ. അതാണ് നിങ്ങൾക്ക് പലർക്കും കസ്റ്റം തമ്പനെയിലൊന്നും വെക്കാൻ പറ്റാത്തത്, എനേബിൾ ആകാത്തത് കൊണ്ട്. പിന്നെ ഇൻ്റർമീഡിയറ്റ് ഫ്യൂച്ചേഴ്സ് എന്ന് പറഞ്ഞിട്ട് കാണും താഴെയായിട്ട്, രണ്ടാമതായിട്ട്. അതിൽ നമ്മുടെ ഫോൺ വെരിഫൈഡ് ചെയ്തിരിക്കണമെന്ന് കാണിക്കുന്നുണ്ട്. അതൊക്കെ നിങ്ങൾ ചെയ്തിരിക്കണം കേട്ടോ. അപ്പോൾ ലൈവ് പോകുകയാണെന്ന് വെച്ചാലും ഇത് എനേബിൾ ചെയ്ത് കൊടുത്തിരിക്കണം. അപ്പോൾ ഇതിൽ എല്ലാതും നിങ്ങൾ എനേബിൾ ചെയ്ത് കൊടുക്കുക കേട്ടോ. അത്രയേ ഉള്ളൂ. ഞാൻ ഓരോന്നായിട്ട് എടുത്ത് പറയുന്നില്ല. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. എനേബിൾ എന്ന് കാണാൻ സാധിക്കും. എനേബിൾ അല്ലെങ്കിൽ എനേബിൾ ആക്കി കൊടുക്കുക. ഗ്രീൻ കളറിൽ വരണം, എങ്കിൽ മാത്രമേ എനേബിൾ എന്ന് കാണിക്കത്തുള്ളൂ കേട്ടോ. എന്നിട്ട് സേവ് കൊടുക്കുക. അപ്പോൾ ഈ സെറ്റിങ്സ് മെയിനായിട്ട് എല്ലാവരും ചെയ്ത് വെക്കണം കേട്ടോ. പുതിയതായിട്ട് ചാനൽ തുടങ്ങിയവരുണ്ടെങ്കിൽ എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ലഭിക്കുകയുള്ളൂ. അല്ലാതെ ലഭിച്ചില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. അപ്പോൾ നിങ്ങളിത് മെയിനായിട്ട് ചെയ്ത് വെക്കുക. കാര്യമായിട്ടുള്ള സെറ്റിങ്സ് എന്ന് പറയുന്നത് ഇത്ര മാത്രമാണ്. ഇനിയും കുറേ ഓപ്ഷൻസുകളൊക്കെ നമുക്ക് അറിയാനുള്ളതുണ്ട്. അതൊക്കെ ഞാൻ ഇനി വേറൊരു വീഡിയോയിൽ പറയുന്നതായിരിക്കും കേട്ടോ. നമ്മൾ ഡെസ്ക്ടോപ്പ് മോഡിൽ വൈറ്റി സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അതിൽ കാണാൻ സാധിക്കും കേട്ടോ. കണ്ടില്ലേ, ഇതാണ് ഇപ്പോൾ എൻ്റെ ഡാഷ്ബോർഡ്. ഇതിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിയാൻ സാധിക്കും. വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ അറിയിക്കുകയാണെന്ന് വെച്ചാൽ ഞാൻ അതിന് റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ. യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഇതുവരെയായിട്ടും ചാനൽ സെറ്റിംഗ്സ് ഒന്നും ചെയ്യാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ചാനൽ സെറ്റിംഗ്സ് ഒക്കെ കറക്റ്റ് ആയിട്ട് ചെയ്ത് വെക്കുക കേട്ടോ. അത് നിങ്ങളുടെ യൂട്യൂബ് ചാനലിന്റെ ഗ്രോത്തിന് വളരെ സഹായകമായിരിക്കും. അപ്പോൾ ഇതൊരു ചെറിയ വീഡിയോ ആണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്ന് വെച്ചാൽ ലൈക്കും കമന്റും ഷെയറും ഹൈപ്പും സബ്സ്ക്രൈബും കൂടി ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് തന്നെ ബെല്ലൈക്കൻ കാണും. ബെല്ലൈക്കൻ ഒന്ന് ക്ലിക്ക് ചെയ്യാന്ന് വെച്ചാൽ ഞാൻ ഇടുന്ന ഓരോ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ഓക്കെ, ബൈ.